മറ്റു ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറിനെ ഇപ്പോൾ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എടുത്തിരിക്കുന്നു. CP മുരളി കൺട്രോൾ കമ്മീഷൻ ചെയർമാനാകുന്നു. 26 അംഗ CPI എക്സിക്യൂട്ടീവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ റഹീസ്. സ്മൃതി, CPIയുടെ അടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അല്പസമയം മുമ്പ് തിരഞ്ഞെടുത്തു. CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ മുമ്പുണ്ടായിരുന്ന PP സുനീർ അസിസ്റ്റന്റ് സെക്രട്ടറിയായി തുടരും. മുല്ലക്കല രത്നാകരൻ ചന്ദ്രശേഖറിന് പകരം പുതിയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി വരും. 8 പേര് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എടുത്തിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം പല തവണ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പറഞ്ഞു കേട്ട മുൻ കൃഷിവകുപ്പ് മന്ത്രി കൂടിയായ V.S. സുനിൽകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് പുതുതായി വന്നതിൽ ഒരാളാണ് എന്നതാണ്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ KP സുരേഷ് രാജ് പാലക്കാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ ആളാണ്. അദ്ദേഹം എക്സിക്യൂട്ടീവിലേക്ക് എത്തിയിരിക്കുന്നു. KK വത്സരാജ് തൃശൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ വത്സരാജ് എക്സിക്യൂട്ടീവിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം KM ദിനകരൻ എറണാകുളം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ KM ദിനകരനും എക്സിക്യൂട്ടീവിൽ പുതുതായി എത്തിയിരിക്കുന്നു. AIYF-ൽ നിന്ന് കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അതിന്റെ സെക്രട്ടറിയെ എക്സിക്യൂട്ടീവിൽ എടുത്തിരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. മുമ്പ് V.S. സുബാലും K. രാജനുമൊക്കെ AIYF-ന്റെ ഭാഗമായിരുന്നപ്പോൾ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നു. പിന്നീട് മഹേഷ് കക്കത്തിൽ വന്നപ്പോൾ എക്സിക്യൂട്ടീവിൽ എടുത്തിരുന്നില്ല. അതിനുശേഷം TT ജസ്മോനെ പുതിയതായി എക്സിക്യൂട്ടീവിൽ എടുത്തിരിക്കുന്നു. ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ TJ ആഞ്ചലോസിനെയും എക്സിക്യൂട്ടീവിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം R. ലതാദേവിയെയും എക്സിക്യൂട്ടീവിൽ എടുത്തിരിക്കുന്നു. 21 അംഗ എക്സിക്യൂട്ടീവ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അത് 25 ഉയർത്തിയിരിക്കുന്നു. ഭൂരിഭാഗം പേരും പുതുമുഖങ്ങൾ ഈ 8 പേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 8 പേരാണ് പുതുമുഖങ്ങളായി വരുന്നത്. അതിലെടുത്തു പറയേണ്ട V.S. സുനിൽകുമാർ വരുന്നു എന്നതാണ്. കുറെ കാലം മുമ്പ് മുതൽ തന്നെ V.S. സുനിൽകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പരിഗണിച്ചിരുന്ന ഒരു പേരാണ്. അതിൽ V.S. സുനിൽകുമാർ വരുന്നു എന്നതാണ് പ്രത്യേകത. TT ജിസ്മോൻ AIF-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും യുവജന പ്രാതിനിധ്യം എന്ന നിലയിലും വരികയാണ്. മറ്റൊന്ന്, ബാക്കി R. ലതാദേവി ഒഴികെയുള്ള ബാക്കി എല്ലാവരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ടേമിൽ ഒഴിഞ്ഞ ആളുകളാണ്. അതാണ് KP സുരേഷ് രാജും വത്സരാജും KM ദിനകരനും ഒപ്പം TJ ആഞ്ചലോസും. ഇതിൽ മറ്റൊരാൾ ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ്. ഇവരെ ദേശീയ കൌൺസിലിലേക്ക് TJ ആഞ്ചലോസിനെയും ഗോവിന്ദൻ പള്ളിക്കാപ്പിലിനെയും എടുത്തിരുന്നു. ആ സാഹചര്യത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവർ വരും എന്ന് കരുതിയിരുന്നതാണ്. ഏതാണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് എക്സിക്യൂട്ടീവിലേക്ക് ആളുകൾ വന്നത്. 4 പേരെ കൂട്ടുകയും ചെയ്തു. 21 അംഗ എക്സിക്യൂട്ടീവ് എന്നത് 25 ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ത്രിതല സംവിധാനം വരുന്നു എന്നുള്ള വിവരങ്ങളടക്കം വരികയാണ്. എക്സിക്യൂട്ടീവിൽ 8 പുതുമുഖങ്ങൾ ഉണ്ടായിരുന്ന അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ റഹീസ് നൽകുന്നത്.